നന്ദേട്ട, നവീൻ ബാബുവിൻ്റെ കേസിൽ അന്ന് സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതായത് റവന്യൂ വകുപ്പിൻ്റെ അഡീഷണൽ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായിട്ടുള്ള ഗീതയാണ് അന്ന് ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് പുറത്തു വന്നത്. അന്ന് കോടതി കേസുകളൊക്കെ പരിഗണിക്കുമ്പോൾ ഇത് ആദ്യം റവന്യൂ മന്ത്രിക്ക് കൊടുത്തു. അദ്ദേഹം കുറേ നാൾ അത് പൂഴ്ത്തി വെച്ചു. പിന്നീട് അത് CMൻ്റെ ഓഫീസിന് കൊടുത്തു. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുന്നത് വരെ അത് പുറത്തു വിട്ടില്ല, ഇപ്പോഴും വിട്ടില്ല. ഇപ്പോഴാണ് ഇന്നലെയാണ് അത് പുറത്തു വിടുന്നത്. അതിൽ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു അഴിമതി കേസോ അല്ലെങ്കിൽ കൈക്കൂലി കേസോ നടന്നതിന് തെളിവില്ല. ഒപ്പം ഇത്തരത്തിൽ പരാതി പ്രശാന്തം കൊടുത്തതുപോലും വ്യാജമാണ്. ഇതിൽ നവീൻ ബാബുവിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് PP ദിവ്യ മനഃപൂർവ്വം അവിടേക്ക് ഇടിച്ചു കയറി ചെന്ന് പറഞ്ഞത് തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എന്നതാണ് ഇപ്പോഴും ചോദ്യം വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും CBI അന്വേഷണം തള്ളുകയും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അല്ല, ഇതിനകത്തുള്ള സംഗതി ഇവരാദ്യം തന്നെ നവീൻ ബാബുവിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദിവ്യ എന്ന് പറയുന്ന ആളെ ഒരാളായിട്ട് എടുക്കേണ്ടത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ആൾ, അത് പാർട്ടിയുടെ ആസൂത്രിത ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഞാൻ പഴയ കാലത്ത് തന്നെ കണ്ണൂർ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ TP ചന്ദ്രശേഖരനെ വധിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം TP ചന്ദ്രശേഖരൻ ക്രിമിനലാണെന്ന് ഇവരങ്ങ് കയറി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്കറിയാം, പഴയകാലത്ത് RSSൽ സതീശൻ ഉണ്ടായിരുന്നു, തലശ്ശേരിയിലാണ്, ഖണ്ഡകാര്യമായിരുന്നു. അയാൾ ക്രിമിനലാന്ന് ഇവരെ കയറി പ്രഖ്യാപിക്കുകയാണ്. അതിന് ജയകൃഷ്ണൻ മാഷ് ഉണ്ടായിരുന്നു. ജയകൃഷ്ണൻ മാഷിൻ്റെ വധത്തിന് മുമ്പായിട്ട് ഇവർ ആദ്യം കയറി പ്രഖ്യാപിച്ചു. ഇവരുടെ നേതാക്കന്മാർ യോഗത്തിൽ പ്രസംഗിക്കും, ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ക്രിമിനലാണ്, അയാൾ കുറ്റവാളിയാണ്, അയാൾ അതുകൊണ്ട് ജീവിക്കാൻ അർഹതയില്ലാത്ത ആളാണ്, ഇന്നിത്യാദി കാര്യങ്ങൾ ഇവർ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം ഒരു പരിപാടിയാണ് ദിവ്യ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ അത് ഏതൊരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോൾ ഏതെങ്കിലും വക്കീലിൻ്റെ ഒക്കെ ഉള്ള കൃത്യമായിട്ട് അവതരണത്തിൻ്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മറുഭാഗം വക്കീലിൻ്റെ മിടുക്കതിൻ്റെ കൂടുതൽ കൊണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും ഈ തരം കാര്യങ്ങളെ സംബന്ധിക്കുന്ന സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഇപ്പോൾ ഇതിൻ്റെ ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കമ്മീഷണറുടെ റിപ്പോർട്ട് അത് വന്നിട്ട് ദിവസങ്ങളായല്ലോ. ആ ദിവസങ്ങളായിട്ടുള്ള ഇതിനെ സംബന്ധിക്കുന്ന എവിടെയാണ് ചർച്ച നടന്നിട്ടുള്ളത്? അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇക്കാര്യം നവീൻ ബാബു അഴിമതിക്കാരനില്ല എന്നുള്ളവരും അതിനകത്ത് ശ്രീമതി ഗീത വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിൻ്റെ പേരിലാണ്, എന്താണ് ദിവ്യയ്ക്കുള്ള പ്രശ്നം? അപ്പോൾ എന്ന് വെച്ചാൽ ദിവ്യയ്ക്കാണോ പ്രശ്നം, അത് ദിവ്യയുടെ ഭർത്താവ് അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതേ സാധാരണ ഇതിൽ പ്രയോഗമുണ്ട്, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പേപ്പട്ടി തല്ലിക്കൊല്ലുക. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ലൈനാണ് ശരിക്കത്. ഈ ലൈനിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ കണ്ട് ദിവ്യ വരുന്നു. ദിവ്യനും ക്ഷണിച്ചിട്ടില്ല. അവിടെ ഇരിക്കുന്ന മറ്റേ വെറും പറങ്കോടനായിട്ടുള്ള ജില്ലാ കളക്ടർ ഉണ്ട്. എനിക്ക് അയാൾ എന്തിനാ അവിടെ പോയിരിക്കുന്നത് എനിക്കറിയില്ല. അയാൾ അവിടെ ഈ ആരോ പറയുന്നവർ ആ സമയം നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. ദിവ്യ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് സത്യസന്ധമായിട്ട് ഇയാൾക്ക് അല്പം ആത്മാഭിമാനമുള്ള മനുഷ്യനാണെങ്കിൽ ഇയാൾക്ക് ദിവ്യയോട് പറഞ്ഞൂടെ ഈ പറയുന്നത് തെറ്റാന്ന് പറഞ്ഞൂടെ? അയാൾ പറഞ്ഞില്ലല്ലോ. എന്ന് വെച്ചാൽ ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ പങ്കുണ്ട്. അയാൾ അടങ്ങുന്ന ആളുകളാണ് ഇതിൻ്റെ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകൾ. അതുകൊണ്ടാണ് ദിവ്യ അവിടെ വന്നിട്ട് ദിവ്യയ്ക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ പ്രസംഗിക്കുന്നു, ദിവ്യ പറയുന്നു, ആ പരിപാടി കഴിഞ്ഞിട്ട് ദിവ്യ ഇറങ്ങിപ്പോകുന്നു. ഈ മനുഷ്യനെ അപമാനിച്ച് കൊല്ലാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം ആര് കൊന്നു, ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള അന്വേഷണം നേരിടേണ്ടതാണ്. സാധാരണ നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം വെച്ചിട്ട് കൊലപാതകത്തിൽ വരെ അവർക്ക് പങ്കുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ സാധ്യത പരിശോധിക്കേണ്ടതല്ലേ? അതെ, ഈ സാധ്യത ആരും പരിശോധിച്ചിട്ടില്ലല്ലോ. അത് ഹൈക്കോടതി അടക്കം പരിശോധിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ CBI അന്വേഷണം വേണ്ടെന്ന് പറയുന്ന സമയത്ത് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. അതായത് ആദ്യം സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ ഈ കേസ് കൃത്യമായി വാദിച്ചു, സിംഗിൾ ബെഞ്ച് അത് തള്ളി. അതിനുശേഷം ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെ എത്തിയ സമയത്ത് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ഏർപ്പെടുത്തിയ അഭിഭാഷകൻ കേരള ഹൈക്കോടതിയിൽ ഒരു പ്രമുഖ അഭിഭാഷകനാണ്. അദ്ദേഹം ഈ കുടുംബത്തിൻ്റെ ആവശ്യമല്ലാത്ത ചില കാര്യങ്ങൾ അവിടെ ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞത് CBI അന്വേഷണം ഇല്ലെങ്കിൽ ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി എന്നവിടെ പറയുകയും ഇത് കേട്ട് കുടുംബം ഞെട്ടിപ്പോവുകയും എന്നിട്ട് ഈ അഭിഭാഷകനെ പിൻവലിച്ചതിന് ശേഷം അഡ്വക്കേറ്റ് രാംകുമാറിനെ ഏർപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഈ അഭിഭാഷകൻ CPMന് വളരെ വേണ്ടപ്പെട്ട അഭിഭാഷകനായിരുന്നു എന്ന് പിന്നീട് ചില കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കോടതിയെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ?
അല്ല, അത് കോടതി ഇപ്പം എന്ത് സ്വാധീനിച്ചു എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. സാധാരണ രീതിയിൽ നമ്മൾ ധരിച്ചിട്ടുള്ളത് കോടതി നിയമത്തിൻ്റെ പഴുതുകൾക്കകത്ത് നിന്ന് അതിനെ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരം വിധികൾ പുറപ്പെടുവിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഏതാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇതിനകത്തൊരു സാധാരണ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നിന്നൊരു നീതി ലഭിക്കുന്ന ഒരു വിധിയായിരുന്നില്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരിക്കലും ഇതിന് ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നില്ല. അവർ ഞാൻ മനസ്സിലാക്കുന്ന അവർ സർക്കാർ ഉദ്യോഗസ്ഥ തന്നെയാണ്. ആ സർക്കാർ അവർ തഹസിൽദാരാണ്. അവരിട്ട് കഷ്ടപ്പെടുത്താൻ അവരിട്ട് അവർക്ക് ഇനിയിപ്പോൾ അവിടെ ആ സ്ഥലത്ത് ഓഫീസിലെങ്കിലും ജീവിക്കാൻ സാധിക്കും. അവിടേക്ക് NGO യൂണിയൻകാരായിരിക്കുമല്ലോ, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമുള്ളവരായിരിക്കുമല്ലോ, അവിടെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുള്ള ആളുകളാണല്ലോ. ഇപ്പം ഇതിനകത്ത് തന്നെ പരാതി കൊടുത്തിരിക്കുന്ന ആള് ആ പരാതി കൊടുത്ത് ഏത് ദിവസമാണെന്നുള്ളത് അന്വേഷിക്കേണ്ട പ്രശ്നമാണത്. പ്രശാന്തൻ ആർക്കാ പരാതി കൊടുത്തത്? ഇവിടുത്തെ DGPയുടെ മേലുള്ള ഒരാൾക്കാ പരാതി കൊടുത്തത്. അയാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി. ഓഫീസ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ DGPയെക്കാളും വലിയ ആളാ. അയാൾ അയാളുടെ മറ്റേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അത് ഫോർവേഡ് ചെയ്യണം. മുഖ്യമന്ത്രിക്ക് എഴുതുകയാണ് അയാൾ തനിക്ക് സൗകര്യം നടപടി എടുക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട്. മുഖ്യമന്ത്രി എന്താ നടപടി എടുക്കുക? അപ്പോഴത്തേക്കും കാര്യം കൈവിട്ടുവെന്ന് ബോധ്യം വന്ന മുഖ്യമന്ത്രി അത് മെല്ലെ ചവിട്ടിപ്പിടിക്കുകയാണ്. ഇതൊക്കെ ഒരു സാമാന്യം ഒരു നാടിന് ഭൂഷണമല്ല. ഒരു ഉദ്യോഗസ്ഥന്മാർ ഈ നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ പാടുള്ളതല്ല. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അതിനെക്കുറിച്ച് അന്വേഷണം നടത്താം. ഇതങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഈ പറയുന്ന നവീൻ ബാബു അഴിമതിക്കാരാണെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും ഇതിനു മുമ്പ് ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇന്ന് മാത്രമേ സത്യസന്ധരാന്ന് എല്ലാവരും പറഞ്ഞിട്ടുമുണ്ട്. ആകെ വിഷമുണ്ടായിരുന്നത് ദിവ്യയ്ക്ക് മാത്രമാണ്. അപ്പൊ ദിവ്യയുടെ പ്രശ്നം പെട്രോൾ ബങ്കിന്റെ പ്രശ്നമാണെന്നുള്ളവരൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ദിവ്യയ്ക്ക് പെട്രോൾ ബങ്കിന്റെ അനുവാദം കൊടുക്കായിരുന്നു എന്നുള്ളത് നവീൻ ബാബു ചെയ്തൊരു മഹാപാതകമാണോ, അതെയോ ആ പെട്രോൾ ബങ്കിന് അത്തരത്തിൽ മറ്റേ അംഗീകാരം കിട്ടാനുള്ള അർഹതയുണ്ടോ? ഇതൊക്കെ ബോധ്യം വരേണ്ടതാണ്. അപ്പൊ ദിവ്യയെ സംബന്ധിച്ച് നവീൻ ബാബുവിനോട് കടുത്ത ശത്രുതയുണ്ടെന്നുള്ളൊരു ഒരു വസ്തുതയാണ്. അതിനെയാണല്ലോ ഇപ്പോൾ ഇവരുടെ ശ്രീമതി ഗീതയുടെ റിപ്പോർട്ടിനകത്തും അതിനകത്തൊക്കെ തന്നെ വന്നിരിക്കുന്ന അതാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു കേരളത്തെ സംബന്ധിച്ച് ഇത് നവീൻ ബാബുവിന് വേണ്ടി മാത്രമല്ല, നിലവിലിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അവർക്ക് കൊടുക്കുന്ന ഒരു വലിയൊരു വാണിംഗ് ആണത്. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെങ്ങനെയാണ് വേണ്ടത്? ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരാവണം. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കും, നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുകയോ നിങ്ങളെ ഞങ്ങൾ കൊലപ്പെടുത്തുകയോ ചെയ്യും എന്ന് ബോധ്യപ്പെടുത്തുന്നതാണത്. ഇതൊരു വലിയ സന്ദേശമാണത്. എനിക്ക് അതിൻ്റെ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ നിന്ന് ഈ ചില എഴുത്തുകാരൊക്കെ റഷ്യയിൽ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ റഷ്യ കൊണ്ടുപോയിട്ടുള്ള പലരെയും കൊണ്ടുപോയി. അങ്ങനെ പോയിട്ടുള്ള പല എഴുത്തുകാരും അവിടെ പോയിട്ട് റഷ്യ ഏറ്റവും മനോഹരമാണെന്നൊക്കെ പറഞ്ഞവർ എല്ലാവരും പോയിട്ട് എന്താ റഷ്യയിൽ ഡെവലപ്മെന്റ് എന്നൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. പിന്നെയാണ് MV പൈലിസാർ അവിടെ പോയപ്പോഴാണ് പൈലിസാറാ പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ നീണ്ട ക്യൂ ആണ്. ആ നീണ്ട ക്യൂവിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകൾ ക്യാബേജ് മേടിക്കാനുള്ള ക്യൂ ആയിരുന്നു. ക്യാബേജ് കിട്ടാനുള്ള ക്യൂവിന് 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ക്യൂവിന്. അപ്പോൾ ഒരാൾ പറഞ്ഞു അത്രേ, ഞാനിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഞാൻ അവിടെ ഈ ഭരിക്കുന്ന ഇയാളെ കൊന്നിട്ട് വരാമെന്ന് പറഞ്ഞു, ബ്രഷ്നേവിനെ. അപ്പോൾ ഉടനെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ഓടി അവശനായിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ പഴയ സ്ഥലം തരണം എന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 3.5 കിലോമീറ്റർ നേരം ക്യൂ ആണെന്നാ പറഞ്ഞ് ഈ ബ്രഷ്നേവിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ. അങ്ങനെയാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ സ്ഥലത്തും പതനത്തിൽ നിന്ന് പതനത്തിലേക്കാണ് അവർ കുതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും സാധാരണ ജനവിഭാഗങ്ങൾ അവർക്ക് എക്കാലത്തും എതിരായിരുന്നു. അതുകൊണ്ട് അവർ പുതിയ നറേഷൻസ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തും. ആ നറേഷൻസ് റഷ്യയിൽ സൃഷ്ടിച്ച പോലെ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത്. അപ്പം നവീൻ ബാബു അഴിമതിക്കാരനാണെന്നുള്ള ദിവ്യ കയറിട്ട് ആദ്യം പ്രഖ്യാപിക്കും. പിന്നെ ആയുള്ള നവീൻ ബാബുവിൻ്റെ കാര്യം കട്ടപ്പോകാം. അപ്പം നമ്മൾ ഇവരെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ടോ രാഷ്ട്രീയ നേതാവിനെതിരായിട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് കർക്കശമായുള്ള ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇവൻ്റെ കാലം അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഏതു നിമിഷവും ഇവനെ കൊലപ്പെടുത്താം. അങ്ങനെയാണ് കെ ടി ജയകൃഷ്ണൻ മാഷിനൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ക്ലാസ് മുറിയിൽ വെച്ചിട്ട് 40 വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് മാരകമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സീനുണ്ട്. അതിനു മുമ്പ് അവിടെ നേതാക്കന്മാരൊക്കെ പ്രസംഗിച്ചിരുന്നു. നമ്മുടെ ജയരാജൻ അടക്കമുള്ളവരൊക്കെ പ്രസംഗിച്ചിരുന്നു. ഇയാൾ മഹാവില്ലനാണ്, ഇയാൾ മഹാക്രൂരനാണ്, കുറേ ദിവസം മുമ്പായിട്ട് ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി. കേരളത്തിൽ പ്രമുഖ പത്രം അവർ എഡിറ്റോറിയൽ അതിനെ കുറിച്ചെഴുതി. ഇതൊക്കെ ജയകൃഷ്ണൻ മാഷിനെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ആ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അതിനകത്ത് പ്രതികളായിരിക്കുന്ന ആളുകളെ ഹൈക്കോടതി മറ്റേ അവർ വെറുതെ വിട്ട സമയത്ത് അവർ ജയിലിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് വലിയ സ്വീകരണമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ അടക്കം പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്ന വലിയൊരു സ്വീകരണമൊക്കെ അവർക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തിരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ദിവ്യയ്ക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആകെയുള്ള എനിക്ക് നഷ്ടപ്പെടാവുന്ന പെട്രോൾ ബങ്ക് മാത്രം.
ഇത് ദിവ്യയ്ക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നവീൻ ബാബുവിനെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ബാധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മക്കളെ ബാധിക്കുന്നു. അവർക്കിനി ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുമോ? അങ്ങനെയൊരു സാഹചര്യം നിലവിലുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നവീൻ ബാബുവിൻ്റെ ഒരു കുടുംബത്തിൻ്റെ വേർപാടില്ലേ, അത് അത്യന്തം വേദനാജനകവും പൊതുസമൂഹം അത് ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ടതുമാണെന്നാണ് എൻ്റെ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം. തീർച്ചയായിട്ടും. എന്തായാലും നവീൻ ബാബുവിൻ്റെ കുടുംബം സുപ്രീം കോടതിയിലേക്ക് പോകും എന്നൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ സുപ്രീം കോടതിയെങ്കിലും ഇതിലെ ഗൗരവകരമായ അവസ്ഥ കണക്കിലെടുത്ത് ഒരു CBI അന്വേഷണത്തിന് വിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.